Hi Shibil, Hi. welcome to Mutual Mentorship Club again. ഓക്കെ, നമ്മളൊരു 2 മാസം മുന്നേ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എന്ത് സ്റ്റേറ്റിലാണ് പോകുന്നത് എന്നൊരു ചെറിയൊരു ഫോളോ അപ്പ് സെഷൻ മാത്രമാണത്. അതായത് നമ്മളന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ എത്ര കണ്ട് കാര്യങ്ങൾ എഫക്റ്റീവ് ആയി എന്ന് പറഞ്ഞ എനിക്കും അത്രയും സമയം സ്പെൻഡ് ചെയ്ത ഷിബിലിനും എന്തെങ്കിലും ബെനിഫിറ്റ് വേണമെങ്കിൽ നമ്മളന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എത്ര കണ്ട് എഫക്റ്റീവ് ആയി എന്ന് നമുക്ക് തിരിച്ചറിയണം. ഓക്കെ, കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഭൂരിഭാഗം ഐറ്റംസും മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബേസിക്കലി നമ്മുടെ അന്നത്തെ സെഷൻ ഒരു വേസ്റ്റ് ആയി പോകും. അപ്പൊ വേസ്റ്റ് ആവാണ്ടിരിക്കാനായിട്ട് എങ്ങനെ ഇനിയും ഒരു സെഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ സെഷൻസ് ലൈഫിൽ ഇനി കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള അതിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ. ഓക്കെ, സോ എനിക്ക് മനസ്സിലാക്കാം അതിലിപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പൊ 100 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഐ റിയലി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഐ എം എക്സ്പെക്ടിങ് യു ടു ഡു ദാറ്റ്. മനസ്സിലായി? ബിക്കോസ് അതങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നോർമൽ ലൈഫ് അങ്ങനെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കേൾക്കും. പക്ഷെ അതിനൊന്നും നമുക്ക് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാൻ പറ്റണമെന്നില്ല, കാരണം നമ്മൾ അതിനൊന്നും പ്രിപ്പയർഡ് അല്ല. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇരുന്ന് ഒരു റെട്രോസ്പെക്റ്റീവ്ലി നമ്മൾ പലതിനെ പറ്റിയും ചിന്തിക്കുമ്പോൾ, റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, അത് ചെയ്തത് ശരിയായിരുന്നോ അല്ലേ, എന്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ ഈ ഒരു പ്രായം വെച്ചിട്ട് ഇപ്പോൾ ഒരു 15-16 വയസ്സാകുമ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി ചിന്തിക്കാൻ ആകെ 15 വർഷമേ ഉള്ളൂ. പക്ഷെ ഒരു 50-60 വയസ്സാകുമ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എത്ര കണ്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ പോലും അറിയുന്നില്ല. പക്ഷെ ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഇമ്പാക്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി കിടക്കുന്ന ലൈഫിൽ നിന്ന് മിസ് ആവാണ്ടിരിക്കാനായിട്ടാണ് ഇന്നത്തെ സെഷൻ ശരിക്കും പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് നോട്ട് ടേക്കിംഗ് എന്നുള്ളത്. നോട്ട് ടേക്കിംഗ് എന്നതിനെ പറ്റി പറഞ്ഞിട്ട് വൺ നോട്ട് എന്നൊരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പിനകത്ത് MS ഓഫീസ് സൂട്ടിനകത്ത് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. കാണുന്നുണ്ടോ? ഇത് കണ്ടോ? കഴിഞ്ഞ February 27 നമ്മൾ സെഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഷിബിലിന്റെ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് അന്ന് ഞാൻ ചെയ്തു വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷിബിലിന്റെ ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് എന്താണ് ഉത്തരം? അന്ന് പറഞ്ഞ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. മാറ്റമൊന്നുമില്ല, അദ്ദേഹം തന്നെയാണ്. ഓക്കെ, റൈറ്റ്. ചുറ്റും കാണുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള ആൾക്കാര് പേരൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ MA യൂസഫ് അലി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ, പേരൻസ് ആണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത്. ശരി, ആരെ പോലെ ആകാനാണ് ആഗ്രഹം? റൈറ്റ്, ഓക്കെ, അപ്പൊ അതിലും മാറ്റമില്ല. ഇനി ഫാമിലിയിൽ നിന്നും റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പൊ ഒരു വളർന്നു വരുന്ന ഒരാൾ എന്ന രീതിയിൽ നമുക്ക് ഫാമിലിയിൽ നിന്നും മാത്രമല്ല സ്വന്തമായിട്ടുള്ള ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, കുറച്ചുകൂടെ ഉറക്കെ പറ, കേൾക്കുന്നില്ല. നല്ലൊരു ജോലി. പിന്നെ എഡ്യൂക്കേഷൻ. നല്ലൊരു ജോലിക്ക് കയറണം, ആ ജോലിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്വീകരിക്കണം. ശരി, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വേണം.
അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എങ്ങനെ എടുക്കണം? 12th കഴിഞ്ഞിട്ട് ഉം. BBA. BBA ചെയ്യണം. 2 ഓപ്ഷൻസ് ഉണ്ട്, BBA ആ. അല്ലെങ്കിൽ BMF. BBM ഓക്കെ, മാനേജ്മെന്റ്. ശരി. BBA അല്ലെങ്കിൽ BBM. ഓക്കെ, അപ്പൊ അത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12th കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കോഴ്സ് ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്യുന്നു. ശരി. അതിനുശേഷം ജോലിക്ക് കയറണം. അപ്പൊ അതിനുശേഷം കഴിഞ്ഞിട്ട് ജോലി സാധ്യതകൾ കൂടുതലാണോ എന്താണ് തോന്നുന്നത്? സാധ്യത കൂടുതൽ തോന്നുന്നുണ്ട്. അതിനെ പറ്റി റിസർച്ച് നടത്തിയോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇനിയുള്ള ലൈഫ് മുന്നോട്ട് എങ്ങനെ ആയിരിക്കും എന്നാണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റഡീസ് എത്ര നാൾ ചെയ്യും, ഏത് വയസ്സിൽ ഇൻകം ജനറേറ്റ് ആയി തുടങ്ങും, പിന്നെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴേ ആയിരിക്കും, പിന്നെ റിട്ടയർമെന്റ്. ഇതിപ്പോ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിന്തിക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, ബട്ട് എന്നാലും ഒരു റഫായിട്ട് ഒരു ഏജ് പറഞ്ഞോളൂ. സ്റ്റഡീസ് ഏത് പ്രായം വരെ ഉണ്ടായിരിക്കും? 24-25. ഓക്കെ, ശരി. ഞാൻ നമുക്ക് കൈയോട് ഇവിടെ തന്നെ ചെയ്യാം. സ്റ്റഡീസ് എന്നുള്ളത് ഒരു 24 അല്ലെങ്കിൽ 25. ശരി. ഇൻകം എപ്പോ തൊട്ട് ജനറേറ്റ് ആയി തുടങ്ങും? 24 അല്ലെങ്കിൽ 25. ഈ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി നോക്കുമ്പോൾ ഒരു 26 ഏജിലൊക്കെ. 24 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 26 അല്ലേ? ശരി. ഇപ്പോ അസ്യൂമിങ് യു ഗോയിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി എപ്പോ സ്റ്റാർട്ട് ചെയ്യും? 28-29, റൈറ്റ്? ഏത് പ്രായത്തിലാണ് റിട്ടയർ ചെയ്യുന്നത്? 60 വരെ പണിയെടുത്തിട്ട് റിട്ടയർ ചെയ്യും. നന്നായിട്ട് സമ്പാദിക്കും. 60 വരെ നന്നായിട്ട് പണിയെടുക്കും, സമ്പാദിക്കും, അതിനുശേഷം റിട്ടയർ ചെയ്യും അല്ലേ? ഓക്കെ, എന്നൊരു കാര്യം ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു ടേബിൾ ആക്കി ഞാൻ വെച്ചു. ഇതിൽ ഷിബിൽ പറഞ്ഞ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ടൈം ലൈനിനെ പറ്റിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാളും ഒരു ക്ലാരിറ്റി, ഒരു പൊടിയെങ്കിലും കൂടുതലില്ലേ? ഉണ്ട്. അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ശരി. പക്ഷെ അതിനെ പറ്റിയിട്ട് കുറേയും കൂടി എഫേർട്ട് ഇടാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു റീക്യാപ്പ് പോലെ വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നായിരുന്നു വൺ നോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വൺ നോട്ട് ബേസിക്കലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ടേക്കിങ്ങിനെ പറ്റിയിട്ട്. മനസ്സിലായി? ഇപ്പോ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടാവും. ഇതിപ്പോ ഞാനൊരു ഈ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു വൺ നോട്ടിന്റെ ഒരു പേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി? അതിനിടയിൽ എന്റെ വേ ഫോർവേഡ് എന്നുള്ളതിൽ ഇപ്പോൾ ഷിബിലായിട്ടൊരു ഇന്റർവ്യൂ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ കാണുന്നത്. മനസ്സിലായോ? അത് ജനറൽ ടോപ്പിക്സിന്റെ കീഴിലായിട്ട്. ഇനിയിപ്പോ എന്റെ സർട്ടിഫിക്കേഷന് കീഴിലായിട്ടുള്ള വേറെ ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ പല ഇതുണ്ട്. ഇപ്പൊ എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണ്ടോ, ഇതൊരു ബുക്കാണ്. മനസ്സിലായി? ഇനിയിപ്പോ ഞാനൊരു പ്ലാനിങ് എഞ്ചിനീയർ ആണ്. ബട്ട് കണ്ടോ, എന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണത്. മനസ്സിലായി? ഇന്റർവ്യൂവിന് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ഐ മീൻ എന്താ പറയാ, ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു മിനിറ്റ്. ഇന്റർവ്യൂ
ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഉം. മനസ്സിലായോ? അപ്പോൾ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇത് മാത്രം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പല സ്ഥലത്തുനിന്നും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഞാനൊരു സ്ഥലത്ത് എൻ്റെ ഒരു നോട്ട്ബുക്ക്, എൻ്റെ എന്താ പറയുക ലാപ്ടോപ്പിനകത്തുള്ള എൻ്റെ നോട്ട്ബുക്കാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്ക് നല്ല ക്വസ്റ്റ്യൻസ് തോന്നുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലൊരു ആശയം തോന്നുമ്പോൾ ഞാൻ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഉപയോഗപ്പെടുന്ന അപ്പോഴല്ല, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മെന്റലി ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇന്റർവ്യൂ ചോദ്യം നമ്മളൊരു എക്സാമിന് പോകുന്ന പോലെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്ന് എക്സാമിന് ഇരുന്ന് പഠിക്കുന്നത്, ശരിയല്ലേ? പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് ഒരിക്കൽ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ, അതൊരിക്കൽ പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് അത് ഓർമ്മിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ആ സാധനം മറന്നു പോകും. ഏറ്റവും ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വരില്ല, മനസ്സിലായോ? സോ നോട്ട് ടേക്കിംഗ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മിനിറ്റ്, നമ്മുടെ നോട്ട് ടേക്കിംഗ്, മനസ്സിലായോ? നോട്ട് ടേക്കിങ്ങിനുള്ള ഒരു ഓപ്ഷനാണ് വൺ നോട്ട് എന്നുള്ളത്, മനസ്സിലായോ? അപ്പൊ ഈ വൺ നോട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയനെ പറ്റിയിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഐഡിയ നമ്മൾ അവിടെ എഴുതി വെക്കുന്നു, അതിന്റെ മുകളിൽ പ്രോഗ്രസീവ്ലി ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഡേറ്റ. ഇപ്പൊ ഈ സ്റ്റഡീസിനെ പറ്റിയിട്ട്, ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു പേജ് എടുക്കുക, അതുമേ എഴുതി തുടങ്ങുക, എന്നിട്ട് നെറ്റിൽ കാണും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് വൺ നോട്ടിന്റെ ട്യൂട്ടോറിയൽസ് മാത്രം കണ്ടോ. വൺ നോട്ട് ട്യൂട്ടോറിയൽസ് മാത്രം ഒരു യൂട്യൂബ് ലിങ്ക് ആണ്, അല്ലെങ്കിൽ അത് ബ്ലോഗ് ആണ്. ഓക്കെ, ഇത് വൺ നോട്ടിനകത്ത് വൺ ടാസ്റ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി വേറെ ഉണ്ട്, കോൺട്രാക്ട്സിനെ പറ്റിയിട്ട് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണത്. അപ്പൊ ആ ആർട്ടിക്കിൾ നേരെ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. എനിക്കിപ്പോ ആ പേജിൽ പോകണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ? ഇപ്പോ ഇല്ല, വൺ നോട്ട് മാത്രം കാണുന്നു. ഇപ്പോഴോ? ഇപ്പൊ കണ്ടോ? കണ്ടു. ഇത് ഞാൻ എപ്പോഴോ വായിച്ചു പോയ നല്ലൊരു ആർട്ടിക്കിൾ ആണ്, മനസ്സിലെ? ഓൺലൈനായിട്ട് ഞാൻ വായിച്ചു പോയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ബട്ട് ഈ ഒരു ആർട്ടിക്കിൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് എപ്പോഴും ഏതാണ് ആർട്ടിക്കിൾ എന്താണ് എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നില്ല ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത്. അപ്പൊ അതൊന്നും നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മനസ്സിലായി? നമുക്ക് ആവശ്യമുള്ള ഡേറ്റ, ഒട്ടുമിക്ക ഡേറ്റയും ഓൺലൈനുണ്ട്, പക്ഷെ അത് രണ്ടാമത് തിരിച്ചു കിട്ടാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അന്ന് എഴുതിയ ആളുടെ പേരോ എന്താണ് ആർട്ടിക്കിൾ ഉണ്ട് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നോട്ട് ടേക്കിംഗ്. വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് ആവശ്യമുള്ള നമ്മളുടേതായിട്ടുള്ള റിസർച്ച് ആണത്. ഓക്കെ, പിന്നെ വൺ നോട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് ഡെയിലി വർക്കിംഗ്. ഓക്കെ, ഈ ഡെയിലി വർക്കിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഡെയിലി 1 hour സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ഡെയിലി 1 hour നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ വിചാരിക്കും നമുക്ക് ടൈം ഇല്ല എന്നുള്ളത്, ബട്ട് നമുക്ക് അറിയാത്തൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ദിവസത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമുക്കാണുള്ളത്. ഓക്കെ, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാക്കും. റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നേരവും നമ്മുടെ കൺട്രോൾ തന്നെയാണുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് 1 മണിക്കൂർ ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിന്റെ റിട്ടേൺസ് തിരിച്ച് കിട്ടും.
മനസ്സിലായി? ആ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഫ്യൂച്ചറിൽ സ്റ്റഡീസ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യും. എനിക്ക് ഒരുപാട് ഐഡിയാസ് ഞാൻ പല സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് ടു ഇമ്പോസ് ഐഡിയാസ് ഓൺ യു. മനസ്സിലായി? ഐ വോണ്ട് ടു തിങ്ക് ഫ്രീലി. മനസ്സിലായി? അപ്പോൾ ഡെയിലി വർക്ക് ഒരു മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുക. അതായത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾസിലേക്ക് എന്താണ് ചെയ്യാനുള്ളത്. അതായത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്താണ് എന്ന് എഴുതി വെക്കുക. ഓക്കെ. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുക ചെറിയ സിമ്പിൾ സ്റ്റെപ്സിലേക്ക്. സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട്. ഓക്കെ. അതായത് നമ്മളിപ്പോ മാസ്റ്റേഴ്സ് ചെയ്യണം. ഓക്കെ. മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയണം കേട്ടോ. മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ ഓക്കെ, ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും നമുക്ക് എന്താ പറയാ, ഫൈനാൻഷ്യലായിട്ട് അധികം നമ്മളെ ബാധിക്കാത്ത മാസ്റ്റേഴ്സ് ആയിരിക്കണം. സ്മാർട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിയല്ലേ? അതായത് നമുക്ക് ഫീസ് ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ കിട്ടുന്ന സ്ഥലങ്ങളിൽ കയറി പഠിക്കുമ്പോൾ, നല്ല സ്ഥലങ്ങൾ, നല്ല റെനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചെന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീ ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ കിട്ടും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പോ എന്താ പറയാ, വീട്ടുകാർക്ക് അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നില്ല, നമ്മളൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നില്ല. ശരിയല്ലേ? ആൻഡ് നമ്മൾ അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇപ്പൊ തൊട്ട് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ടിൽ യു ആർ 25 or 26. യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ടുഡേ. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനുള്ള ക്രൈറ്റീരിയ എന്താണ്, അവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടോ, അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് സ്കോളർഷിപ്സ് ഉള്ളത്, എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ ഉള്ളത്. മനസ്സിലായി? You list these things out 1 2 3 4. മനസ്സിലായി? ഞാനിത് വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇട്ടിട്ടോടെ എഴുതി കാണിച്ചു തരാം. എക്സാമ്പിൾ ഹയർ സ്റ്റഡീസ് പ്ലാൻസ്. ഓക്കെ. ആ പ്ലാൻ എന്താണ് എഴുതി വയ്ക്കുക. പിന്നെ ആ ഹയർ സ്റ്റഡീസ് പ്ലാൻസിനകത്ത് അതിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്താണ്? ഈ വണ്ണോട്ടൊരു ഗുണം മനസ്സിലായി? ഇപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഫീ സ്ട്രക്ചർ എന്താണ്, സ്കോളർഷിപ്സ് ആൻഡ് എലിജിബിലിറ്റി. മനസ്സിലായോ? ഇത് ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള പോയിന്റുകൾ സിമ്പിൾ ആവാണ്. മനസ്സിലായോ? ഇത് ഒക്കെ കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു വലിയൊരു രൂപ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ 1 കിലോ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരുമ്പോൾ അസുഖം വരുന്നു. ശരിയല്ല? ഐ മീൻ ഇത് 1 കിലോ ഐസ്ക്രീം എങ്ങനെ ഇത്ര ഇതിന് തീർക്കാൻ പറ്റുക? പക്ഷെ അതൊരു സ്പൂണായിട്ട് എടുത്തിട്ട് നമ്മൾ ടി വി കണ്ട് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീരുന്ന അറിയില്ല. ശരിയല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആ സ്പൂണായിട്ട് ഓരോ സ്പൂൺ ബൈ സ്പൂണായിട്ട് ഫീഡ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ എഫേർട്ട് അറിയില്ല. നമ്മൾ വേറെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫ് അവിടെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഡെയിലി അപ്പോൾ 1 hour നോട്ട് ടേക്കിംഗ് കഴിഞ്ഞു. ഇനി അന്ന് പറയാത്തത് ഇന്ന് പറയുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത പോയിന്റുകൾ എന്തായിരുന്നു? ഇനി നമുക്ക് ടൈം ലൈനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. ഈ ടൈം ലൈൻ സ്റ്റഡീസ് എന്നുള്ളത്, ഞാനൊരു സത്യം പറയട്ടെ,
സ്റ്റഡീസ് എന്നുള്ളത് ഒരു പ്രായത്തും കൊണ്ടും നിർത്താൻ പറ്റുന്ന ഒന്നല്ല. അതായത് 25 വയസ്സ് കഴിയുമ്പോഴായിരിക്കും ആ സമയത്ത് നമ്മളൊരു ഇപ്പൊ ചിന്തിക്കുന്ന ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പേടിപ്പിക്കുന്നതല്ല, പക്ഷെ സത്യം അതാണ്. അത് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് തെറ്റായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് പാടില്ല ലൈഫിനെ പറ്റിയിട്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇങ്ങനെയാണ്, ഓക്കെ ഒരു ജോലിക്ക് കയറാൻ ആവശ്യമായിട്ട് പഠിക്കുക, ശരിയല്ലേ? ജോലിക്ക് കയറാൻ ആവശ്യമായിട്ട് പഠിക്കുക, പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെറ്റ്സ് ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ വരികയാണെങ്കിൽ ബിസിനസ് ചെയ്യുക. എന്തായാലും ബിസിനസ് ചെയ്യണമെന്നാണല്ലോ ഷിബിന്റെ പ്ലാൻ ഇവൻച്വലി. അതെ. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രൊഫഷണൽ ലൈഫ് അങ്ങനെ പോട്ടെ. ബട്ട് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളതൊരു ഗെയിം പ്ലാൻ ആണ്. പക്ഷെ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ തീരുന്നില്ല. കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഒരു എംപ്ലോയി എന്ന രീതിയിൽ ഒരു കമ്പനിയിൽ റെലവെന്റ് ആകുന്നത് അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട്, അതായത് അയാളെ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് അയാൾ ഒരു കമ്പനിയിൽ റെലവൻസ് കൂടുന്നത്. മനസ്സിലായോ? റെലവൻസ് കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജൂനിയർ ലെവലിൽ നിന്ന് ഒരു മിഡ് ലെവലിലേക്ക് കയറുന്നു, പിന്നെ അവിടെ നിന്ന് ഒരു മാനേജറിയൽ ലെവലിലേക്ക് കയറുന്നു, സീനിയർ മാനേജർ ലെവലിലേക്ക് കയറുന്നു. ഈ ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പൊട്ടൻഷ്യൽ, അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് അയാൾ ചെയ്ത് തീർക്കുകയാണ്. മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി കാണുമ്പോഴാണ് അയാളുടെ കീഴിൽ 1-2 ടീം മെമ്പേഴ്സിന് ഇട്ട് കൊടുക്കുന്നത് ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ അയാൾ ടീം ലീഡായി. മനസ്സിലായോ? 1-2 ടീമുകളെ ലീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ മാനേജറായി. മനസ്സിലായി? അയാളുടെ ഒപ്പമുള്ള 2-3 മാനേജർമാരെ മാനേജർ ചെയ്യാൻ പറയുമ്പോൾ സീനിയർ മാനേജറായി. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. മനസ്സിലായോ? അപ്പൊ അത്രയും പ്രൊഡക്ടിവിറ്റി ഒരാളുടെ കൂടുമ്പോഴാണ് ഒരാള് ഒരു കമ്പനിയിൽ വെർട്ടിക്കലി ഗ്രോത്ത് നടക്കുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞ് ഫുൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അക്കാഡമിക്കലല്ല ഗ്രോത്ത്. ഓക്കെ. അപ്പൊ അതില് ഒരുപാട് ജോലി ചെയ്യണമെങ്കിൽ ഇപ്പൊ ഷിബിലുള്ള അറിവ് വെച്ചിട്ട് കൂടുതൽ അറിവ് വേണം. പലതരം ജോലികളും നമുക്ക് അറിയുന്നതിനേക്കാളും എളുപ്പത്തിൽ ചെയ്ത് തീർക്കണമെങ്കിൽ ഇപ്പൊ തന്നെ വൺ നോട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ ലൈഫ് സിമ്പിൾ ആക്കാനായിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. ഇതൊക്കെ അതിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. എക്സ്പ്ലോർ എന്ന് വെച്ചാൽ പഠിക്കുകയാണ്, ശരിയല്ലേ? അപ്പൊ ആ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് പഠനമാണ്. പഠനം എന്നുള്ളത് ഒരു ഡിഗ്രി മാത്രമല്ല, പഠനം എന്നുള്ളത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് എവറി ഡേ, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ. അങ്ങനെ ഒരു കാര്യം അത് അപ്പോ ഡിഗ്രി വാങ്ങിച്ചിട്ട് ജോലിക്ക് കയറുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് അന്ന് ഞാൻ തിരുത്തഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് അന്ന് എന്താ പറയുക, വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ആകെ പൊളിച്ച് ചെയ്തിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ബട്ട് ദിസ് ഇസ് എ റിയാലിറ്റി. ഓഫ് കോഴ്സ് ഡിഗ്രിക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ we'll have to sacrifice something, and the first thing you're sacrificing is your wrong notions about life. പുതിയ അറിവുകൾ കിട്ടുമ്പോഴാണ് തെറ്റായുള്ള ധാരണകൾ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ, ഐ ഹോപ്പ്. ഓക്കെ. ദെൻ ഇൻകം എന്നുള്ളത്, ഓക്കെ, ഇത് ഇൻകം എന്നുള്ളത് ആണ് അടുത്തൊരു വലിയൊരു കാര്യം. 24, 25, 26 ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട്, ശരിയല്ലേ? പക്ഷെ അതും തെറ്റാണ്. ഇൻകം ഇപ്പോഴേ ജനറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 1 രൂപയെങ്കിൽ 1 രൂപ, 1 ദിറമാണെങ്കിൽ 1 ദിറം. ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിൽ അറിവില്ലായ്മയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായോ? അതായത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ മാർഗങ്ങള്
മാത്രം അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ട്യൂഷൻ എടുക്കണ്ട്, ആ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യാൻ 10 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെനി തിങ്സ് യു ക്യാൻ ഡു. മനസ്സിലായി? അപ്പൊ അത് വലിയൊരു കാര്യമാണ്, അത് ചെറിയ കാര്യമില്ല. ബട്ട് ഓഫ് കോഴ്സ് ഒരു ഫാമിലിനെ, വലിയൊരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ സ്കെയിൽ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ. ശരിയല്ലേ? അപ്പൊ അതിന് 2 മാർഗമാണുള്ളത്. ഒന്നില്ലെങ്കിൽ ചെറിയ 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 ഒരുപാട് സ്ട്രീമുകൾ ഉണ്ടാണ്. ഇതിപ്പോ പറഞ്ഞത് ഒരു സ്ട്രീമാണ്. അതല്ലെങ്കിൽ ഒരു സ്ട്രീമിനെ ഭയങ്കര വലുതാക്കേണ്ടതായിട്ട് വരും. അതിപ്പോ എടുക്കുന്ന എന്റെ ഒരു എന്താ പറയാ, ഒരു 10-20 മടങ്ങ് അത്രയും വലിയ സ്കെയിൽ ആക്കേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇവിടെയും യു വിൽ ഹാവ് ടു വർക്ക്. യു വിൽ ഹാവ് ടു വർക്ക് എന്നല്ല, യു ക്യാൻ ഇംപ്രൂവ്, അല്ലെങ്കിൽ എന്താ പറയാ, ദർ ആർ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞു തരുന്ന ഇത് എന്തിനാന്നുള്ള പിന്നിൽ പറഞ്ഞുതരാം. ആൻഡ് ദിസ് ഇസ് ടോട്ടലി അപ് ടു യു. ഇറ്റ്സ് യുവർ പേഴ്സണൽ ലൈഫ്. അതില് ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ്. ആൻഡ് ഫൈനലി അബൌട്ട് റിട്ടയർമെന്റ്. ഈ റിട്ടയർമെന്റ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പാ. റിട്ടയർമെന്റ് എന്നുള്ളത് നമ്മളെ മനസ്സിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് റിട്ടയർമെന്റ്. പക്ഷെ റിട്ടയർമെന്റ് എന്നുള്ളത് ശരിക്കും എന്താണെന്നറിയാം, നമ്മൾ ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നത്. 60 വയസ്സ് വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻകം ജനറേറ്റ്, നമ്മളിപ്പോ ജോലിക്ക് പോയില്ലെങ്കിലും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. മറ്റുള്ളവരെന്ന് വെച്ചാൽ ആൾക്കാർ തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോ എന്തെങ്കിലും സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ലെറ്റ്സ് സേ നമ്മളൊരു വീട് വാങ്ങിച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന വാടക മാത്രം നമുക്ക് അങ്ങനെ പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വന്നു. അപ്പൊ ആ കാശ് കൊണ്ട് നമ്മൾ വീട് വാങ്ങിക്കുന്നു. വീട് വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ ആ വീട്ടിൽ നിന്ന് വാടക കിട്ടുന്നത് മാത്രം മതി നമുക്ക് ജീവിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് റിട്ടയർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ റിട്ടയർമെന്റ് എന്നുള്ളതല്ല കറക്റ്റ് വേർഡ്. ശരിക്കുള്ള വേർഡ് എന്താണെന്നറിയോ? freedom. And this doesn't need to happen at 60. ഇതൊരു 40-ഓ 50-ഓ എപ്പോ വേണമെങ്കിലും ആവാം. മനസ്സിലായി? അല്ലെങ്കിൽ അതിലും നേരത്തെ ആവാം. ഡിപ്പെൻസ്. ഓക്കെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനത്തെ ആശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്താ ആധികാരികമായിട്ടാണ് പറയുന്നത് എന്ന് സംശയം വരാം. ബിക്കോസ് ഞാനിപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? പക്ഷെ എന്റെ പ്ലാൻസ് അനുസരിച്ചിട്ട് എന്റെ ആ ഒരു ഏജ് എടുക്കുന്നത് കുറച്ച് ദൂരെയാണ് ഇപ്പോൾ ഉള്ള പോയിന്റിൽ നിന്നും. ബട്ട് ഐ ഹാവ് ദാറ്റ് തിങ് ഇൻ മൈൻഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ആശയം മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ കാര്യത്തിനെ പറ്റിയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല, അറിവേ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അറിയില്ലേ. ഇപ്പൊ നേരത്തെ പോലെ ഇപ്പൊ പുതിയൊരു കാര്യം കേൾക്കുകയാണ്. ഓക്കെ, കേൾക്കുമ്പോഴാണ് നമ്മൾ അത് അങ്ങനെയും ചെയ്യാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഫോളോ അപ്പ് ആണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ ചെയ്യാനുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വൺ നോട്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ഗോള് സെറ്റ് ചെയ്യുക. ആ ഗോള് സെറ്റ് ചെയ്തിട്ട് അതിനെ പരമാവധി ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് 5 പൈസ ഇറങ്ങാണ്ട് പഠിച്ചിട്ട് ഇറങ്ങാന്നുള്ളതാണ്. പറ്റുമെന്ന് വെച്ചാൽ വരുമാനം ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. ഒരുപാട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും യൂണിവേഴ്സിറ്റീസും ഉണ്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില രാജ്യങ്ങൾ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട്. അവിടെ ട്യൂഷൻ ഫീസ് ഫ്രീ ആണ് അവിടെ. ഓൺലി തിങ് യു ഹാവ് ടു ഗോ ദേർ. ജർമ്മനി വരെ എത്തണം. ജർമ്മനി വരെ എത്തുന്ന വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ സ്വപ്നങ്ങളെ ജർമ്മനി വരെ എത്തണം. നമ്മൾ അവിടെ എത്തുന്നേക്കാളും മുന്നേ.
മനസ്സിലായി? അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ സ്വപ്നം കാണാൻ പഠിക്കണം. ജർമ്മനി ഇസ് ദി ഓൺലി നേഷൻ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ലോ. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് മെക്സിക്കോയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവര് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ MBA പഠിക്കണമെങ്കിൽ ഒരു ട്രൈമസ്റ്ററിൽ അവരൊരു ഡെഫിനറ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്കിലും കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രൈമസ്റ്ററിലെ ഫീസ് ഫ്രീയാ. മനസ്സിലായോ? ആൻഡ് അവർക്ക് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി മറ്റു പല രാജ്യങ്ങളിലും പോയി പഠിക്കണം. ഇപ്പൊ എന്റെ ഫ്രണ്ട് അവിടെ നിന്ന് MBA ചെയ്തു തുടങ്ങി. അവൻ പിന്നീട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ലണ്ടൻ ബിസിനസ് സ്കൂളിൽ നിന്നാണ്. മനസ്സിലായോ? ആൻഡ് അവന്റെ ഫീസ് എന്നുള്ളത് അവന് വളരെ തുച്ഛമായ പൈസ. മൊത്തം ഒരു 55 ലക്ഷം രൂപ ചെലവാകേണ്ടിയിരുന്ന സ്ഥലത്ത് അവന്റെ കയ്യിൽ നിന്ന് ആകെ ചെലവായത് 4-5 ലക്ഷം രൂപ, 5-8 ലക്ഷം രൂപയാണ്. അത്രേ ഉള്ളൂ. നിസ്സാരം. 8 ലക്ഷം രൂപ നിസ്സാരം എന്നല്ല ഞാൻ പറഞ്ഞു, കമ്പയർഡ് ടു ദാറ്റ് ബിഗ് എമൗണ്ട്. മനസ്സിലായി? ആൻഡ് അത്രയും വലിയ വാല്യൂ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവന് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത്രയും നമ്മുടെ എന്താ പറയാ, അത് അവൻ ഡ്രീം ചെയ്യാൻ പറ്റി അവിടെ എത്തുന്നതും എന്താ പറയാ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്തത്. സോ പറഞ്ഞു വന്നത്, നമ്മുടെ ഇമാജിനേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിമിറ്റേഷൻ ആയിരിക്കരുത് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ അറിവില്ലായ്മ. സോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ എ ഡെയിലി ബേസിസ്. എല്ലാ ദിവസവും 1 മണിക്കൂർ ഇരുന്ന് സെർച്ച് ചെയ്യുക എന്താണ് ഗോള്, അതിലേക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പതുക്കെ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഷുവർ വിത്തിൻ എ മന്ത്, 1 മാസം 30 ദിവസം ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ട് നോട്ട്സും എഴുതണം. ക്ലിയർ ആയിട്ട് നോട്ടുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിയുമ്പോൾ യു വിൽ ഹാവ് an entirely different approach. Okay? Right. പിന്നെ ഇതിലൊന്നും പെടാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനുണ്ട്. അതായത് ഗൈഡൻസ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും എല്ലാം ഓൺലൈനുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു ചൊല്ലുണ്ട്, when the student is ready the teacher appears. കേട്ടണ്ട? when the student is ready the teacher appears. എന്നുവെച്ചാൽ വിദ്യാർത്ഥി എന്നാണോ വിദ്യ അർത്ഥിക്കുന്നവൻ, വിദ്യ ആഗ്രഹിക്കുന്നവൻ എന്നാണോ തയ്യാറാകുന്നത് അന്ന് അധ്യാപകൻ പ്രത്യക്ഷപ്പെടുന്നു. മനസ്സിലായി? അതായത് ആഗ്രഹം എന്നുള്ളത് നമുക്ക് ശരിക്കായുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ കണ്ടെത്തും. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും ചെളി പുരണ്ടാണ് കിടക്കുന്നത്. പല തരത്തിലുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് ഈ പറഞ്ഞ ചെളി. നമുക്കതിന്റെ അകത്ത് ആവശ്യമുള്ള ആശയം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എടുക്കുമ്പോൾ ആ ചെളിയും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ചെളി എന്ന് പറയാൻ കാരണം അത് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലും ഷിബിലിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിന്റെ ഉള്ളിൽ എടുക്കേണ്ടതുള്ളൂ. പക്ഷെ ആവശ്യമുള്ളതാണോ അല്ലേ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് വേണം. ഓക്കെ, ആ ഒരു പാർട്ട്, ദാറ്റ് ബാലൻസ്, എല്ലാത്തിനും ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന്റെയും മെന്റൽ വെൽബീയിങ്ങിന്റെയും പ്രൊഫഷണൽ വെൽബീയിങ്ങിന്റെയും പേഴ്സണൽ വെൽബീയിങ്ങിന്റെയും എല്ലാതിന്റെയും വെൽബീയിങ് എടുക്കുന്ന ഒരു ബാലൻസിലാണ്.
അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങണം. കാരണം നമുക്കിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ദിവസം നമുക്ക് ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂർ, തിരക്കുണ്ടെങ്കിൽ 12 മണിക്കൂർക്ക് വർക്ക് ചെയ്യേണ്ടിയിട്ട് വരും. 12 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ. കാലത്ത് ഇപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ നമുക്ക് എന്താ പറയുക യാത്രയുണ്ടാവും. അപ്പോൾ അതിന് 1 മണിക്കൂർ മുന്നേ എഴുന്നേറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 14 മണിക്കൂർ ജീവിതത്തിന്റെ അങ്ങോട്ട് ഒരു ദിവസം പോയി കിട്ടി. പിന്നെ തിരിച്ച് 1 മണിക്കൂർ യാത്ര, 15 മണിക്കൂർ. റെസ്റ്റ് എടുക്കുന്ന 1 മണിക്കൂർ, 16 മണിക്കൂർ കഴിഞ്ഞു. ബാക്കി എന്തോരം സമയമുണ്ട് റെസ്റ്റ് എടുക്കാൻ? മനസ്സിലായി? 8 മണിക്കൂറുണ്ടോ ബാക്കി? 8 മണിക്കൂർ. അതിനകത്ത് നമുക്ക് നമ്മളുടെ ഹെൽത്തോ നമ്മുടെ ഫാമിലിനോ ചിലപ്പോൾ ടൈം കൊടുക്കാൻ ഒരുപാട് സമയം കിട്ടണമെന്നില്ല. പക്ഷെ സമയം കൊടുക്കേണ്ടത് സമയം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകും, ഫാമിലിയും ഹെൽത്തും. ഓക്കെ, അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ള അറിവ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് എ ബാലൻസിങ് ആക്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം എത്ര കണ്ട് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ആശയം മനസ്സിൽ വെക്കുക, ദാറ്റ് യു വിൽ ഹാവ് ടു ബാലൻസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അതിനെ പറ്റി കൂടുതൽ പിന്നീട് ഇതിനെ ഔട്ട് ഓഫ് ദിസ് സെഷൻ ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ലൈഫിന്റെ ബാലൻസ് എന്നുള്ളതിനെ പറ്റി യു ക്യാൻ സ്റ്റാർട്ട് റിസർച്ചിങ് അഗൈൻ. അതൊരു സെപ്പറേറ്റ് റിസർച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ സ്റ്റംബിൾ അപ്പോൺ എ ലോട്ട് ഓഫ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഹെൽപ്ഡ്. എന്തായാലും ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ സെഷൻ എടുക്കാനുള്ള കാരണം ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഷിബിന്റെ ഫാദർ എൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ ഐ റിയലി വാണ്ടഡ് ടു ഹെൽപ്പ് യു, മനസ്സിലായി? ബട്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. ഇപ്പൊ എല്ലാവരും മനസ്സിലും എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കമ്പ്യൂട്ടറിന് മുന്നേ ഇരുന്നിട്ട് കുറെ എന്താ പറയുക ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയനെ നമ്മൾ ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരിക, മനസ്സിലായി? അപ്പൊ എന്താ പറയുക, ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഐഡിയനെ നമ്മൾ ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. Right. So I have an idea. I got an idea about how to guide you and how to make you think, or how to get you start thinking in some ways. അത് എന്ന് കറക്റ്റായി എന്ന് തോന്നുന്നു അന്ന് വരെ നമുക്ക് ഈ സെഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് വെൻ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്, I don't have to worry about anything else. അപ്പൊ അന്ന് എന്നെ ഏൽപ്പിച്ച ജോലി കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ ഇന്റൻഷൻ. ദാറ്റ് ഈസ് ആൻഡ് അങ്ങനെ കിട്ടുന്നതായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. സോ ഞാൻ ഈ പറയുന്ന ആശയത്തിന്മേ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വെൻ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് റിസൾട്ട്സ് ഓൺ യുവർ ഓൺ, ദാറ്റ് മീൻസ് മൈ ജോബ് ഇസ് കംപ്ലീറ്റ്. Okay, so that is the real intention behind this. Let's see how it goes. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് സീ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്താ പറയുക, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. ഓക്കെ, ഓക്കെ, ഓക്കെ ഷിബുൽ, ഓൾ ദി ബെസ്റ്റ്. Okay, thank you. Thank you.